ഇല്ല വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ അങ്ങോട്ടൊന്ന് വരട്ടെ. നമുക്ക് അല്ല കുറച്ച് ഇല്ല ഞാൻ അവിടെ നിന്ന് വന്നിട്ട് കുറച്ച് പേപ്പേഴ്സ് സൈൻ ചെയ്യണം. ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമല്ലേ, അതിൻ്റെ ചില പ്രശ്നങ്ങളാണ്. ഇല്ല ഞാൻ വരുന്നുണ്ട് റെഡിയാവാ. ഞാനൊരു 15 മിനിറ്റിൽ അവിടെ എത്തും. പോരെ? ആ ശരി. ഹലോ. ആരാ ഇത്? മനസ്സിലായി. അതെ, ഞാനിപ്പോൾ ഒരാടത്ത് സംസാരിച്ചേ ഉള്ളൂ. അയാളുടെ പേര് കണ്ണൻ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം ആരാ? കൺട്രോളർ. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു 15 മിനിറ്റിൽ അവിടെ എത്തും. അത് കഴിഞ്ഞാൽ നമുക്കെല്ലാം ഓക്കെ ആക്കാം. ഓക്കെ ആണ്. പേടിക്കണ്ട, ശരിയാക്കാന്ന്. ഇനി ആരും ഇങ്ങോട്ട് വിളിക്കണമെന്നില്ല, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ ശരി എന്നാ. എത്ര നേരമായി ഫോൺ ചെയ്യൽ തുടങ്ങിയിട്ട്? പറയണ്ടടി. ആരാന്ന്? ഹോസ്പിറ്റലിലെ ഒരു ഷൂട്ടിംഗ്. ഷൂട്ടിംഗാ? ഏത് സിനിമയുടെ? സിനിമയല്ല, സീരിയലാ. സീരിയൽ എന്താ കുഴപ്പം? സീരിയൽ എനിക്ക് ഇഷ്ടമല്ല. ഓടി അവിടെ നീ കാണാറൊക്കെ ഉണ്ട്. ഇച്ചാൻ കണ്ടിട്ടുണ്ടോ ഞാൻ കാണുന്നത്? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പോയി കഴിഞ്ഞിട്ട് നീ സീരിയലൊക്കെ അല്ലേ കാണുന്നത്? പിന്നെ അയ്യോ, അത് വല്ലാത്തൊരു കണ്ടുപിടുത്തായി പോയല്ലോ. ഞാൻ ഇവിടുന്ന് സീരിയലൊന്നും കാണാറൊന്നുമില്ല. ഞാൻ ഒത്തിരി സമയം കിട്ടിയാൽ കിടന്ന് ഉറങ്ങും. അല്ലെങ്കിൽ ഞാൻ നല്ല ന്യൂസ് ചാനൽ വെക്കും, അല്ലെങ്കിൽ സ്പോർട്സ് ചാനൽ വെച്ച് എന്തെങ്കിലും ഉപകാരപ്രദമുള്ളതൊക്കെ കാണും. അല്ലാതെ ഏത് സ്പോർട്ടാ കാണുന്നത്? എല്ലാം കാണും. എന്തിനാടി നോണ പറയുന്നത്? എന്ത്? അല്ലാതെ ഞാൻ സീരിയൽ കാണാറില്ല. എന്റെ അമ്മച്ചിയാണ് കാണാറില്ല. സീരിയലിന് എന്താ പ്രശ്നം? സീരിയലിൽ എന്താ പ്രശ്നം ഇല്ലാത്തത്? എന്താ പ്രശ്നം? പഴയ പോലത്തെയാണോ ഇപ്പൊ സീരിയല്? പഴയ സീരിയൽ എന്നൊക്കെ പറഞ്ഞ പഴയ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല കഥകളായിരുന്നു, നല്ല എന്തൊക്കെ കഥാ സന്ദർഭങ്ങളായിരുന്നു. ഇപ്പോഴത്തെ സീരിയൽ എന്തു അയച്ചായ ഈ പെണ്ണുങ്ങളൊക്കെ എന്തു ഈ വേഷം കെട്ടി നിൽക്കുന്നത്? എല്ലാവരും രാവിലെ തന്നെ ഒരുങ്ങി കെട്ടി പട്ട് വളബളാമിന്നുന്ന പട്ടുസാരി എടുത്ത് ഇവിടുന്ന് ഇങ്ങേ അറ്റം വരെ സ്വർണ്ണമാലയും സ്വർണ്ണ കമ്മലും ഒക്കെ ഇട്ട് കൈ നിറച്ചും വളയിട്ട് തല നിറച്ചും മുല്ലപ്പൂക്കെ വെച്ച് നേരം വെളുത്ത് എഴുന്നേറ്റ് കണ്ണും തിരുമ്മി വന്നാലും ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. ഇത് കാണാൻ ഇഷ്ടമുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. അതിന് വേണ്ടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ സാധാരണ ജീവിതത്തിൽ ഇങ്ങനെയാണോ നിൽക്കുന്നത്? ഞാൻ പറയട്ടെ, നീ രാവിലെ എണീറ്റ് പറഞ്ഞ കാണാൻ അതെ ഇങ്ങനെ ഇരിക്കും. ചിലപ്പോ ഇതൊക്കെ വൈകിട്ടായിരിക്കും ഞാൻ എഴുന്നേറ്റ്. അല്ല അതല്ലേ റിയാലിറ്റി. കാണിക്കാനാണോ എന്റെ ഇച്ഛായ ഈ ജീവിതവും ഈ സിനിമയും സീരിയലും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതമായിട്ട് ഇങ്ങനെ ഇതായിട്ടിരിക്കണം. ജീവിതമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടംപോലെ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. സീരിയൽ എന്ന് പറഞ്ഞാൽ വേറൊരു ലെവലാണ്. അത് കാണാനും ഇഷ്ടപ്പെടാനും ഒരുപാട് പേരുണ്ട്. സീരിയൽ. വേറൊരു കാര്യം, ഇനി എന്തെങ്കിലും കഥയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഈ സീരിയലിന് ഒരുപാട് കുറ്റം പറയുന്നുണ്ടല്ലോ, കാണാറുമില്ലെന്ന്. സീരിയൽ ഇന്നേ വരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ നീ എങ്ങനെയാണ് സീരിയലിന്റെ കുറ്റം പറയുന്നത്? ഇന്നേ വരെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞില്ല. ലില്ലിയാന്റിയുടെ വീട്ടില് അമ്മച്ചി എന്നെ കൊണ്ടുപോയി ഇരുത്തുമായിരുന്നു. അമ്മച്ചി എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ. അപ്പൊ ലില്ലിയാന്റി ആണെങ്കിൽ 24 മണിക്കൂറും ഈ സീരിയൽ കണ്ടോണ്ടിരിക്കും. അങ്ങനെ ഞാൻ ഇടയ്ക്ക് കണ്ടിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഈ സീരിയലിൽ എന്ത് കഥയച്ചായുള്ളത്? എനിക്ക് ഈ സീരിയലിന്റെ കഥയൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞുതരാം. ഭാര്യ, ഭർത്താവ്, ഈ ഭർത്താവിന് ഭാര്യ അറിയാതെ വേറൊരു പെണ്ണ്. ഈ ഭാര്യയാണെങ്കിലോ ഭാര്യയുടെ സമ്മതത്തോടുകൂടി ഭർത്താവിനെ ആ മറ്റേ പെണ്ണെടുത്തോട് വിടുന്നു. ഇതെല്ലാം ഈ അച്ഛനും അമ്മയും മക്കളും എല്ലാരും കൂടി ഇരുന്നല്ലേ ഇച്ചായ കാണുന്നത്. മൊത്തം അവിഹിതമാണ്. അവിഹിതം കാണാൻ ഇഷ്ടമുള്ളവരും ഉണ്ട്. എനിക്ക് എന്തായാലും ഇഷ്ടമില്ല. ഇച്ചായൻ പറയുന്ന പോലെ ഇപ്പോഴത്തെ കാലത്ത് എല്ലാ പെൺപിള്ളേരും ഇങ്ങനെ സീരിയൽ കണ്ടോണ്ടൊന്നും ഇരിക്കുമല്ല. അവർക്ക് വേറെ പരിപാടികളുണ്ട്, അവർക്ക് വേറെ കാര്യങ്ങളുണ്ട്. അവർ ഫോണിൽ ഒരുപാട് കാര്യങ്ങൾ കാണാറുണ്ട്. TV-യിലാണെങ്കിലും ഉപകാരപ്രദമുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ കാണും. നീ കാണണ്ട. അവര് വരുന്നത് സീരിയൽ എടുക്കാനാണ്. കാണാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് സീരിയൽ എടുക്കുന്നത്. നീ നിനക്ക് ഇഷ്ടമുള്ള സ്പോർട്സ് ചാനലും ന്യൂസ് ചാനലും വേറെ എന്റർടൈൻമെന്റ് ചാനലൊക്കെ കണ്ടോന്നേ. അവര് വന്ന് ഷൂട്ട് ചെയ്തോട്ടെ, അതിന് നടക്കണ്ട. അതവിടെ നിൽക്കട്ടെ. എന്തിനാ ഇങ്ങനെ ഒരു ഗവൺമെന്റ് സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു ഷൂട്ടിങ്ങിന് ഇച്ചാൻ അനുവദിച്ചത്? എന്റെ അനുവാദം കിട്ടിയില്ലെങ്കിൽ അവർക്ക് വാങ്ങിക്കാൻ പറ്റും. ഞാൻ അവിടുത്തെ കൺസേൺ വ്യക്തി ആയതുകൊണ്ട് എനിക്കിത് സൈൻ ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നു, ഞാൻ പോകുന്നു. സീരിയലുകാർ ഷൂട്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ എന്ത് വേണേ ചെയ്തോട്ടെ. നീ നിന്റെ പണി നോക്കി നിന്റെ കൊറേ പെണ്ണുങ്ങളെ കാണാനല്ലോ സീരിയലിന് വരുന്നത്. അതിനിടയ്ക്ക് ഒഴുകി കിട്ടി പോണത്. പൂക്കളുടെ ഷർട്ടും ഒരു പാന്റും ഒക്കെ വലിച്ചു കയറ്റി പോണു.
അനുരാധേ, അനുരാധ കാണാൻ എന്തോന്ന് വ്യത്യാസം? എന്ത് വ്യത്യാസം? അല്ല, മേക്കപ്പ് ഇടുന്നതിനെക്കാട്ടും കൂടുതൽ എന്തെങ്കിലും മേക്കപ്പ് ഇട്ടോ? സത്യം പറയാലോ അനുരാധേ, അനുരാധെ ഈ മേക്കപ്പ് ഇല്ലാതെ കാണുന്ന ഭംഗി കേട്ടോ. ദൈവമായിട്ട് അനുഗ്രഹിച്ച് എന്തൊക്കെ സൗന്ദര്യമല്ലേ, എന്തിനാ മേക്കപ്പ് ഇട്ടത് വെറുതെ കളയുന്നത്? നമ്മുടെ ഇവിടെ സീരിയലിന്റെ ഷൂട്ട് തുടങ്ങാൻ പോവല്ലേ ദിവാകരേട്ടാ, എന്നെ ചിലപ്പോ ഇങ്ങനെ കണ്ട ചാൻസ് തന്നാല്? സത്യം പറയാം, അനുരാധെ കണ്ടു കഴിഞ്ഞാൽ ഏതൊരു ഡയറക്ടർക്കും അഭിനയിപ്പിക്കാൻ തോന്നും. പക്ഷേ ഈ സീരിയലിലേക്ക് അഭിനയിക്കാന്ന് പറഞ്ഞ ചീപ്പ് പരിപാടി കേട്ടോ, എനിക്കിഷ്ടമല്ല. അഭിനയിക്കുവാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം. സീരിയലിന് ഇപ്പൊ എന്തോ കുഴപ്പം? ഞാനത് കാണത്തില്ല, എനിക്ക് ഇഷ്ടവുമല്ല. സിനിമയിൽ അഭിനയിക്കണം, ഞാൻ സഹായിക്കാം. എന്നോട് പറഞ്ഞാൽ അത് ഞാൻ റെഡിയാക്കി തരാമെന്ന്. അതെങ്ങനെ? ഇഷ്ടംപോലെ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും എൻ്റെ കസ്റ്റഡിയിലുണ്ട്. ഇപ്പൊ ഒരു കോൾ എടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ നാളെ രാവിലെ സിനിമയുടെ ക്യാമറയുടെ മുമ്പിൽ എൻ്റെ അത് നിൽക്കും. വേണോ? വേണ്ട. വേണോ? കാര്യമായിട്ട് ചോദിച്ചോ? വേണോ? കാര്യമായിട്ടാ പറഞ്ഞ വേണ്ട. ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചപ്പോ വേണ്ടെങ്കിൽ വേണ്ട. നമ്മുടെ ഡോക്ടറിനുണ്ടല്ലോ ഈ സീരിയലിന്റെ ഡയറക്ടറിനെ പരിചയം ഉണ്ടെന്നാ പറഞ്ഞേ. ഞാൻ ഡോക്ടറിനോട് പറയാൻ പോവാ, എനിക്ക് അവരോട് പറഞ്ഞിട്ട് ഒരു ചാൻസ് വാങ്ങിച്ചു തരാൻ. എൻ്റെ അത് സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്? പിന്നല്ലാതെ നമ്മുടെ ഇവിടെ ഷൂട്ട് കിടക്കുമ്പോൾ പിന്നെ ചാൻസ് നോക്കിയത് പിന്നെ എപ്പോ ചോദിക്കാനാ? ഞാൻ എന്തായാലും ഡോക്ടറിന്റെ അടുത്ത് പോയി ചോദിക്കാൻ പോവാ. ഓ, സീരിയൽ അഭിനയിക്കുമ്പോ നോക്കോ. ചെന്ന് കയറിക്കൊടു, അവിടെ റോള് നീളത്തിൽ ഉരുട്ടി വെച്ചേക്കുവാ. കൂടെ വർക്ക് ചെയ്യുന്നതിനോട് ഒരു പഞ്ചാര വാക്ക് പറയാൻ അറിയാത്തവളാ സീരിയലിൽ അഭിനയിക്കാൻ പോകുന്നത്. ചെല്ല് ചെല്ല്, വേഷം കിട്ടും. ഡോക്ടർ, ഈ ഷൂട്ട് എപ്പോഴാ തുടങ്ങുന്നേ? ഒരു ഡേറ്റ് തീരുമാനിച്ചില്ല, അടുത്ത ആഴ്ച തുടങ്ങുന്നാ പറഞ്ഞ. അപ്പൊ ഈ ഷൂട്ട് തുടങ്ങുമ്പോ നമ്മുടെ ആശുപത്രി അടച്ചിടുവോ? ആശുപത്രി എന്തിനാ അടച്ചിടുന്നത്? ആശുപത്രിയുടെ പരിപാടികളൊക്കെ അങ്ങനെ നടക്കും. അവരൊരു സൈഡിലും ഷൂട്ട് ചെയ്യും. ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലല്ലേ, അത് അടച്ചിടാനൊന്നും പറ്റില്ല. ഇവിടെ 3-4 ദിവസമേ ഉണ്ടാവത്തുള്ളൂ. പിന്നെ ഈ അടുത്ത വീടുകളിലാണ്, ഒരു 2-3 വീട് അവർ എടുത്തിട്ടുണ്ട്, അവിടെയാ പ്രധാന ഷൂട്ടൊക്കെ. ഈ ഷൂട്ടിന് ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ കാണില്ലേ? മെഗാ സീരിയലല്ലേ, നിന്റെയൊക്കെ ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ 3-4 വർഷം നീണ്ടു നിൽക്കും. അതുകൊണ്ട് ഒരുപാട് കഥാപാത്രങ്ങൾ ഉണ്ടാവും. അപ്പൊ ഈ കഥാപാത്രങ്ങൾക്കുള്ള ആർട്ടിസ്റ്റുകളൊക്കെ റെഡി ആയി കാണുമോ? റെഡി ആകാതെ അവർ ഷൂട്ടിങ്ങിന് വേണ്ടി വരൂലല്ലോ. അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? അയ്യോ, എങ്ങനെ മനസ്സിലായി? അയ്യോ, എനിക്ക് കുഞ്ഞിലും മുതലുള്ള ആഗ്രഹമാണ് ഈ സിനിമയിൽ സീരിയലിലൊക്കെ അഭിനയിക്കണമെന്ന്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, സമ്മാനവും കിട്ടിയിട്ടുണ്ട്. ആണോ? ശരി. ഈ സീരിയലിന്റെ ഡയറക്ടർ ഡോക്ടർക്ക് പരിചയമുള്ള ആളല്ലേ? എനിക്കറിയാം. അപ്പോ എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കുമോ പ്ലീസ്? സീരിയസ് ആയിട്ടാണോ? അയ്യോ, സത്യമായിട്ടും എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്, ഒന്ന് സംസാരിക്കുമോ പ്ലീസ്? ഈ അഭിനയം എന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു പരിപാടിയല്ല. നമ്മുടെ ക്യാമറയുടെ മുന്നിൽ പോയി നിൽക്കുന്നതിന് ഒരു ധൈര്യവും പിന്നെ ഒരു സർഗശേഷിയൊക്കെ ഉണ്ടാവണം. അവിടെ പോയിരുന്നത് ബബ്ബ അടിക്കരുത്. അതൊക്കെ എനിക്കറിയാം, ഡോക്ടർ പേടിക്കണ്ട, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തോളും. ഒന്ന് സംസാരിച്ചാൽ മതി എനിക്ക് വേണ്ടി. ഞാൻ സംസാരിച്ചു നോക്കാം, ഉറപ്പ് പറയുന്നില്ല. പിന്നെ അനുരാധയെ കണ്ടാൽ കാണാനൊക്കെ കൊള്ളാമല്ലോ, അപ്പൊ അവര് പരിഗണിക്കാതിരിക്കത്തില്ല. അപ്പൊ സംസാരിക്കും. താങ്ക് യു ഡോക്ടർ. മറക്കാതെ സംസാരിക്കണേ. അയ്യേ, എന്ത് ഭക്ഷണം ശരിയാ? ദിവാകരേട്ടാ, എനിക്ക് ചാൻസ് കിട്ടി. ഡോക്ടർ ഡയറക്ടറോട് പറയാന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞാൽ ഒരു കാര്യം അവിടെ നടക്കത്തില്ല. സീരിയലുകാർക്ക് സീരിയലുകാരുടേതായിട്ടുള്ള രീതിയുണ്ട്, അതിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അറിയാം? അതൊന്നുമില്ല. ഇവിടെ ഷൂട്ടിന് സൗകര്യമൊക്കെ ഒരുക്കി കൊടുക്കുമ്പോ ഡോക്ടർ പറയണം, അവര് കേൾക്കാതിരിക്കത്തൊന്നുമില്ല. ഡോക്ടർ റെക്കമെൻഡ് ചെയ്യാന്ന് പറഞ്ഞായിരുന്നു. പറഞ്ഞെന്ന് ഞാൻ അറിയാൻ വേണ്ടിയിട്ട് ചോദിക്കുക, നിങ്ങൾ എന്തിനാണ് ഈ സീരിയൽ അഭിനയിച്ചിങ്ങനെ സമയം കളയുന്നത്? അഭിനയിക്കുവാണെങ്കിൽ സിനിമയിൽ അഭിനയിക്കണം, ഞാൻ പറഞ്ഞല്ലേ നേരത്തെ. അപ്പൊ ദിവാകരേട്ടന് സീരിയൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടി അഭിനയിക്കില്ല? സീരിയല് ഞാൻ എന്റെ പട്ടി അഭിനയിക്കും. ആർക്കാ കേട്ടോ? ഒന്നും അഭിനയിക്കണ്ട, നിങ്ങൾക്കിത് എന്തിന്റെ കേടാ? ഞാൻ അഭിനയിക്കും. അയ്യോ, സീരിയൽ പൊടി. എന്താണ് പറ? ഓ, ഒന്നുമില്ല. ഒന്നുമില്ലാതൊന്നുമല്ല, എന്തോ ഉണ്ട്. അല്ല, ഈ അനുരാധയ്ക്ക് സീരിയലിനകത്ത് അങ്ങനെ സാർ വേഷം മേടിച്ചു കൊടുക്കാന്നല്ലോ പറഞ്ഞു. മേടിച്ചു കൊടുത്തിട്ടില്ല, സംസാരിക്കാന്ന് പറഞ്ഞു. സാറേ, അവൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ ജോലിയൊക്കെ ആര് ചെയ്യും സാറേ? ഇപ്പൊ അഭിനയിക്കാൻ പോകുന്ന ദിവസം ലീവ് എടുത്താൽ മതിയല്ലോ, ബാക്കിയുള്ള ദിവസമൊക്കെ ജോലി ആണല്ലേ?
അങ്ങനെയാണെങ്കിൽ എനിക്കും കൂടെ ഒരു വേഷം അടിച്ചാലോ? എനിക്കൂടെ, ഞാൻ നല്ലതായിട്ട് അഭിനയിക്കും. ആര് പറഞ്ഞു? എന്റെ അച്ഛനും അമ്മയും പറഞ്ഞല്ലേ. എപ്പോ? പണ്ട് സ്കൂളിൽ പോകാൻ മടിയുള്ള സമയത്ത് പല്ലുവേദന, മുണ്ടിനീര്, ചൊറി, ഇതൊക്കെ ഞാൻ നല്ലതായിട്ട് അഭിനയിച്ച് കാണിക്കും അച്ഛൻ്റെ അമ്മയുടെ മുമ്പിൽ. അച്ഛനും അമ്മയ്ക്കും പിടി കിട്ടത്തില്ലല്ലോ. അപ്പൊ അവരൊക്കെ വിശ്വസിക്കും. പിന്നെ അല്ല, സ്വാഭാവികമായിട്ട് പുറത്തിങ്ങനെ തട്ടും. വെരി ഗുഡ്, വെരി ഗുഡ്. അത് ശരി. സാറിന് പറയുകയാണെങ്കിൽ ഒരു വേഷം കിട്ടും. അന്ന് അഭിനയിക്കാതെ സ്കൂളിൽ പോയിരുന്നെങ്കിലേ ഇന്ന് ഞാൻ ഇരിക്കുന്ന കസേരയിൽ കയറി ഇരിക്കായിരുന്നു. അല്ലെങ്കിൽ സാറില്ലാത്തപ്പോ ഞാൻ അതിനകത്ത് ഇരിക്കാറുണ്ടല്ലോ. അല്ല, മേലാൽ ഇരിക്കരുത്. ഇല്ല ഇല്ല, അതിപ്പോ സംഭവിക്കാനുള്ള സംഭവിച്ചില്ല സാർ. ഒന്ന് റെക്കമെൻഡ് ചെയ്യും. ഞാനിവിടെ നിന്ന് രക്ഷപ്പെട്ട് പോട്ടെ. തൽക്കാലം ദിവാരം പോയി ദിവാരന്റെ ജോലി അഭിനയമൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അല്ലെങ്കിലും പെണ്ണുങ്ങൾ ചിരിച്ച് കാണിക്കുമ്പോ ഓക്കെ, ബാക്കിയുള്ള ആണുങ്ങൾ ചിരിക്കുമ്പോഴാ പ്രശ്നം. ദേ, ഓ ഒന്നുമില്ല, ഒന്നും പറഞ്ഞു. എന്നാ ചെല്ല്. ഓ ശരിയല്ല, ഈ ജില്ലയിലെ എല്ലാവരെയും മിക്കവാറും അഭിനയിപ്പിക്കേണ്ടി വരും ഈ സീരിയലിൽ. ഇനി ആരൊക്കെ വരുമെന്തോ? പശുവും പട്ടിയും പൂച്ചയൊക്കെ വരുമായിരിക്കും. അലീസ്, അതെ പറഞ്ഞ സാധനം എല്ലാം ഉണ്ട്. എനിക്ക് പോയിട്ടൊരു ശക്കലം ധൃതിയുണ്ട്. എന്തെത്ര ധൃതി? അത് ശരി, മൃഗാശുപത്രിയിലെ സീരിയലിലെ ഷൂട്ട് നടക്കുന്ന കാര്യമൊന്നും ആലീസ് അറിഞ്ഞില്ലേ? ഞാൻ അവിടെ ചെന്നിട്ട് സീരിയലുകാർക്ക് ഒരു 2-3 വീടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. എന്ത് ചെയ്യാനാന്ന് പറയാ, എല്ലാ സകല കാര്യങ്ങളും അവരെന്നെ ഏൽപ്പിച്ചേക്കുന്നത്. പവിത്രനെയാ? പവിത്ര എന്താ സീരിയലോട്ട് ബന്ധം? അല്ല, എനിക്കങ്ങനെ സീരിയലുമായിട്ട് എനിക്ക് ബന്ധമൊന്നുമില്ല. പണ്ട് നമ്മുടെ ഇവിടെ വായനശാലയുടെ അവിടെ ഒരു നാടകം കളിക്കുന്ന ഏർപ്പാടുണ്ടായിരുന്നു. അതിനകത്തൊരു മെയിൻ ടീമുണ്ട്, രാജേഷ്. പുള്ളി ഇപ്പൊ വലിയ നടനാ. പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ നേരെ ഇങ്ങനെ അങ്ങോട്ട് പോന്നു. പവിത്രൻ ഈ സീരിയലിന്റെ പുറകെയൊക്കെ നടക്കുന്നതാണല്ലേ? ഇവിടെയാണെ രാവിലെ ഒരാള് സീരിയലിന്റെ ആവശ്യം കയറിയിട്ട് എന്നെ ഇനി പറയാനൊന്നും ബാക്കിയില്ല. എന്റെ ആലീസ് ഡോക്ടർ മാത്രമല്ല, മൃഗാശുപത്രിയിൽ സകല ടീമുകൾ ഭയങ്കര ത്രില്ല. ഒരു കൂടപ്പൊട്ടിയെ കയ്യിലെ കൂടെ ചാടിത്തുള്ളി നടക്കുന്നത് കാണുമ്പോ എന്ത് സന്തോഷം നിനക്കാർക്ക്. അതും പോട്ടെ, മറ്റേ അനുരാധയില്ലേ, അവക്കാണ് വേഷം കിട്ടുമെന്നും പറഞ്ഞ അവിടെ ആടെ വേറെ അഭിനയിക്കാനാ? ആന്ന്. അതിന് അവക്ക് അഭിനയിക്കാൻ അറിയോ? അവക്ക് അഭിനയിക്കാൻ അറിയാവോന്നോ? ഈ ലോകത്ത് അവൾ അഭിനയിക്കുന്ന പോലെ വേറൊരു മനുഷ്യനും അഭിനയിക്കല്ല. അത്രയും അഭിനയം അവന്റെ പൊന്നോ അവള്. അല്ലിയാമ്പൽ കടവിലന്നരയ്ക്കു വെള്ളം അന്നു നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പുവെള്ളം. സത്യത്തിൽ നിന്നെ ഓർക്കാത്തൊരു നിമിഷം പോലും എൻ്റെ ജീവിതത്തിൽ അറിയാം. പിന്നെ രാവിലെ എഴുന്നേക്കും മുതൽ വൈകിട്ട് കിടക്കുന്നവരും വരെ എൻ്റെ മനസ്സിൽ മുഴുവനും നീയാ. ഞാൻ ഇന്നും രാത്രി ഉറങ്ങുമ്പോ പോലും പവിത്രേട്ടന് സ്വപ്നം കാണുന്നേ. സത്യം. ഞാനൊരു കാര്യം പറയട്ടെ, ഇനി നമ്മളിങ്ങനെ കണ്ണി നോക്കി നിൽക്കാതെ നമുക്ക് കല്യാണം കഴിച്ചാലോ? എന്റെ നിയന്ത്രണം മുഴുവൻ കയ്യിൽ നിന്ന് പൊക്കോണ്ടിരിക്കുക. പിന്നെ നീ പറഞ്ഞ ഐഫോണില്ലേ, അത് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബഷീർ ദുബായിൽ നിന്ന് വന്നോട്ടെ, പിന്നെ നിന്റെ കൈ കിടന്ന് കളിക്കുന്നത് ഐഫോണാ. സത്യം. വെള്ളം നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. പവിത്രേട്ടൻ എന്നെ മറക്കണം. ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടും വീട്ടുകാർ ഇതിന് സമ്മതിക്കുന്നില്ല. നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ച അമ്മ ചത്തുകളയെന്നാ പറയുന്നത്. മറക്കാനോ? അങ്ങനെ മറക്കാൻ പറ്റുമോ എനിക്ക്? വേറെ വഴിയില്ലാഞ്ഞിട്ടല്ലേ പവിത്രേട്ട. നമ്മൾ തമ്മിൽ പിരിഞ്ഞാലും പവിത്രേട്ടൻ എന്നും എന്റെ ഹൃദയത്തിൽ ഉണ്ടാവും. ഞാൻ പവിത്രേട്ടനെ ഓർത്ത് നീറി മരിക്കും. അനു, എന്നെ ഒരു പെങ്ങളെ പോലെ കാണണം പവിത്രേട്ട. പിന്നെ തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോ പെണ്ണെ. അനുരാധ എന്താ അവിടെ തന്നെ നിൽക്കുന്നേ? കേറി വാ. പവിത്രൻ പരിചയമുണ്ടോ നിങ്ങൾ തമ്മിൽ? പവിത്ര എന്തു ആലോചിച്ചോണ്ടിരിക്കുന്നു? അല്ല, ഞാൻ ആലോചിക്കുവായിരുന്നേ, ഈ അനുരാധ ഇപ്പൊ അഭിനയഭ്രാന്ത് മൂത്തിട്ട് ഡോക്ടറെ പിന്നാലെ നടക്കുക ശുപാർശ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ഇച്ചാനെന്ത് ശുപാർശ ചെയ്യാൻ? ആലി തന്നെ വർത്താനം പറയുന്നത്. നമ്മുടെ മൃഗാശുപത്രിയിലല്ലേ ഷൂട്ട് നടക്കുന്നത്. അപ്പൊ ഈ ഡോക്ടറുടെ ആവശ്യങ്ങൾ വേണ്ടി വരുമല്ലോ. ഈ ഒരു കാരണം വെച്ച് ഡോക്ടർ ഒന്ന് റെക്കമെൻഡ് ചെയ്താൽ അനുരാധയ്ക്ക് ഒരു നല്ല വേഷം കിട്ടും. കാരണം സീറ്റിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എന്നിട്ട് ഇച്ചായൻ റെക്കമെൻഡ് ചെയ്തോന്നു. ഒരു പെണ്ണുമ്പിള്ള പുറകെ കിടന്ന് കരഞ്ഞോണ്ട് കിടന്ന് എത്രയാതും പറഞ്ഞ സാറ് രമിക്കുന്നത്. എന്റെ വിചാരം അതല്ല. ഇപ്പൊ ഏതാണ്ട് ചെറിയ വേഷമായിട്ട് കിട്ടിയെന്നാണ് ഞാനിങ്ങനെ അറിഞ്ഞത്.
ഇനി അവളെങ്ങാനും അഭിനയിച്ചു സൂപ്പർ സ്റ്റാർ എങ്ങാനും ആകുമെന്നുള്ളതായി എന്റെ പേടി. അനുരാധയാ സൂപ്പർ സ്റ്റാറാ? എന്റെ പവിത്ര, ഈ മൃഗാശുപത്രി ഇരുന്ന് കോഴിക്കുഞ്ഞിന്റെയും ആടിന്റെ ഒന്നും കണക്കെടുക്കുന്ന പോലെ അല്ല അഭിനയം. എന്റെ ആലീസിന് മനസ്സിലാവാത്തോണ്ടാ. ഒരു ഇത്തിരി ഭാഗ്യം ഉണ്ടെങ്കിൽ രക്ഷപ്പെടാൻ ഇതിൽ പരം വേറൊരു ഫീൽഡിൽ അറിയോ. എനിക്ക് അഭിനയിക്കാൻ അറിയാൻ മേലത്തോണ്ടാ. എനിക്കെങ്ങാനും അഭിനയിക്കാൻ അറിയുമായിരുന്നു ഞാൻ സോപ്പിട്ട് ഞാനൊരു വേഷം മേടിച്ചെടുത്തന്നെ. അല്ല, ആലീസിന് ഈ സീരിയലൊന്നും ശ്രമിക്കാൻ പറ്റേ. ഡോക്ടറോടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയലിനകത്ത് ഉറപ്പാ വേഷം. ഞാനാ അഭിനയിക്കാനാ സീരിയല്ല? ഒന്ന് പോവാ ഇത്ര അവിടുന്ന്. അല്ല, മാനവും മര്യാദയുടെ അന്തസ്സോടുകൂടി ഈ വീട്ടിൽ ജീവിക്കണം, അതാണ് ആലീസിന്റെ പോളിസി. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആലീസിനാകുമ്പം കാണാൻ നല്ല ഭംഗിയാ. പിന്നെ ഡോക്ടറോട് ഇറക്കുന്ന കുറച്ച് നമ്പർ അങ്ങ് ഇറക്കിയാൽ സംഗതി ക്ലിക്കാ. അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. പോയിക്കോ അവിടുന്ന്. എനിക്ക് വേഷം കെട്ടലൊന്നും താല്പര്യമില്ല. ചെല്ലു പോ. സീരിയലേറെ സഹായിക്കും, തിരക്കല്ലേ. ചെല്ലു പോ. ഇവിടുന്ന് പറഞ്ഞു നോക്കിയാൽ ചിലപ്പോ വേണ്ട വേണ്ട. അത് വീടാ, സീരിയൽ നടിയുടെ വീടാ. പിന്നെ അവിടുത്തെ പോലെ ഇവിടെയും ഈ ആളുകൾക്ക് ഭ്രാന്ത് കയറി എന്ത് ചെയ്യാൻ പറ്റും? ഓരോന്ന് കാണുമ്പോഴത്തേക്ക് എടുത്തങ്ങ് ചാടി പുറപ്പെടും. അവസാനം നാണക്കേടായിരിക്കും മിച്ചം. ഇപ്പൊ എന്താ സംഭവിച്ചേ? ഇച്ചായന്റെ ഹോസ്പിറ്റലിലെ ഒരു സീരിയലുകാരുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. ഇച്ചാൻ അത് രാവിലെ എന്നോട് പറഞ്ഞ് അത് അവിടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ അവിടെ ഒരു ശൃംഗാരി ഇല്ലേ, അനുരാധ, അവൾക്കൊരു മോഹം ആ സീരിയലിൽ അഭിനയിക്കണമെന്ന്. എന്ന് ആര് പറഞ്ഞു? പവിത്രം പറഞ്ഞതാ. അഭിനയ ഭ്രാന്ത് മൂത്ത് അവൾ ഇച്ചാനോട് ശുപാർശ ചെയ്തിരിക്കുക. ആ ഡയറക്ടറോട്, സീരിയലിന്റെ ഡയറക്ടർ ഇല്ലേ, അയാളോട് സംസാരിച്ചിട്ട് അവൾക്കൊരു വേഷം മേടിച്ചു കൊടുക്കണമെന്ന്. യോ, അങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റുമോ? അത് വല്ല ചെറിയ വല്ല റോളും ആയിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതാ, വല്ല മുറ്റം അടിക്കുന്നതൊക്കെ. അല്ലാതെ ഇവളെയൊക്കെ വല്ല നല്ല റോളും കൊടുക്കുവോ? അതിനൊക്കെ അഭിനയിക്കാൻ അറിയണം. ആ, എന്നാലും ചെറിയ വേഷത്തിലാണെങ്കിലും ചിലപ്പോ രക്ഷപ്പെട്ടാലോ. അങ്ങനെ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്ത് രക്ഷപ്പെട്ട എത്ര ആളുണ്ടെന്നറിയാവോ? എനിക്കറിയാം. എന്റെ മീനാക്ഷി, ഈ അഭിനയം എന്ന് പറഞ്ഞതേ നിസ്സാര കാര്യമൊന്നും അല്ല. പുറമേന്ന് നോക്കുമ്പോ കുട്ടിക്കളിയായിട്ട് തോന്നും, പക്ഷെ അഭിനയിച്ച് തുടങ്ങുമ്പോഴേ വിവരം അറിയും, വിവരം. പിന്നെ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് ബബ്ബ എന്ന് പറയും, ഡയറക്ടറെ വായിരിക്കുന്ന തെറി മൊത്തം കേൾക്കും, ആളുകളുടെ മുമ്പിലൊക്കെ നാണം കെടും. ഇത് തന്നെ ആയിരിക്കും കിട്ടാൻ പോണത്. ആ, അതൊക്കെ ശരിയാ. എന്നാലും എപ്പോഴാ ശുക്രൻ തെളിയെന്ന് അറിയാൻ പറ്റത്തില്ല. എന്റെ പകലൊരു അമ്മാവിന്റെ മോനെ അങ്ങനെ രക്ഷപ്പെട്ടതാ. ഇപ്പൊ എന്തുമാത്രം സീരിയലാന്നറിയാമോ? എന്നാലും അനുരാധനെ കൊണ്ട് അതൊന്നും നടക്കൂല. വെറുതെ കൊഞ്ചാനും കുഴയാനും മാത്രമല്ലേ അവക്കൊക്കെ അറിയത്തുള്ളൂ. പിന്നൊരു കാര്യം, സംഭവമേ TV സീരിയലാ. കേരളത്തിലുള്ള എല്ലാ വീടുകളിലും എത്തും. ചെറിയ ഒരു വേഷം ചെയ്താൽ പോലും ചിലപ്പോ അങ്ങ് ക്ലിക്ക് ആകും. അതൊക്കെ ഒരു ഭാഗ്യം വേണേ. ഭാഗ്യം മാത്രം പോരല്ലോ, കഴിവും കൂടെ വേണ്ടേ? എന്റെ ആലീസേ, കാണാൻ കൊള്ളാവുന്ന ഒരു മുഖം ഉണ്ടെങ്കിൽ പകുതി പ്രശ്നം തീർന്നു. ഇനി സുന്ദരികളായ പെമ്പിള്ളാരെ കണ്ടിരിക്കാൻ ആർക്കാ ഇഷ്ടമല്ലാത്തത്? എന്നെ ആലീസിനൊന്ന് ശ്രമിക്കായിരുന്നു. ആലീസിനെ കണ്ട സുന്ദരിയല്ലയോ? ആരാ കണ്ടിരിക്കാത്തത്? ഒന്ന് ശ്രമിച്ചു നോക്ക്. അത് ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. അലിസേ, ചായ എടുത്തടി. ചായ എടുത്തേടി എന്ന് പറയണ്ട, ഞാൻ ചായ ആയിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അവിടെ വെക്കേ, കുടിക്കാം. വേണ്ടേ? അമ്മ, എന്തുറ്റി ചായ? എന്തോ ഒരു ക്ഷീണം പോലെ. ആ, എന്തുറ്റി? ഒന്നുമില്ല, ഭയങ്കര ജോലിയായിരുന്നു. ഓ, അങ്ങനെ ജോലിയൊന്നും ഇല്ലായിരുന്നു, സാധാരണ പോലെ തന്നെ. പിന്നെ അല്ല, എന്തോ ക്ഷീണമുണ്ട് ഇച്ചാന്. എന്തിനാ ഇച്ചാ ഇത്രയും പണിയെടുക്കുന്നത്? അവിടെ എന്തോരം മനുഷ്യരുണ്ട്, എല്ലാവർക്കും ജോലി ഇങ്ങനെ പകുത്ത് കൊടുത്തൂടെ? എല്ലാ ജോലി ഇച്ചാന് തന്നെ ചെയ്യണമെന്ന് എന്താ എത്ര നിർബന്ധം? ഡോക്ടറുടെ പണി പകുത്തു കൊടുക്കാനോ? ഞാൻ മാത്രമേ ഉള്ളൂ അവിടെ ഡോക്ടറായിട്ട്. എന്നാലും ഇച്ചാന് നല്ല ക്ഷീണമുണ്ട്. ഓ, കരിവാണിച്ചിരിക്കുന്നു. എന്തിനാ ഇച്ചാ ഇത്ര വലിയ പണിയാണെങ്കിൽ വേണ്ടട്ടോ, റിസൈൻ ചെയ്ത് ഇവിടെ എങ്ങനെ ഇരിക്കും? നമുക്ക് ജീവിക്കാനുള്ളതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. എന്നാ റിസൈൻ ചെയ്ത് വീട്ടിൽ ഇരിക്കാനോ? ബെസ്റ്റ്. നിന്റെ കൂടെ 24 മണിക്കൂർ ഇരുന്നാലും എനിക്ക് ഭ്രാന്താ. പിന്നെ ഇവിടെയൊക്കെ കരുവളിച്ചത് തൈര് എടുത്തോണ്ട് വരട്ടെ മൂത്തടെ. നീ തൈര് കലക്കി കുടിച്ചോ? നീ പോയ അവിടെ. എന്തിനാന്നൊരു സ്നേഹം കാണിക്കുമ്പോ പോലും ഇങ്ങനെയൊക്കെ പറയുന്ന പൊന്നു മക്കളെ, കൈയെടുത്ത്
എന്നാ വിഷയം പറഞ്ഞ? എന്ത് വിഷയം? നീ പറ. ഒന്ന് സ്നേഹിക്കാനും സമ്മതിക്കത്തില്ല. അല്ലേ പറയാ ആലീസ് എപ്പോഴും കടിച്ചു കയറാൻ വരുമെന്ന്. ഈ സ്നേഹത്തിന് എന്തോ ദുരുദ്ദേശമുണ്ട് എന്റെ പൊന്നു മക്കള്, പറ. എന്റെ പൊന്നെ, ഒരു ദുരുദ്ദേശവും ഇല്ലേ. എനിക്ക് എന്റെ ഇച്ചായനോട് ഇച്ചിരി സ്നേഹം തോന്നി, അത്രേ ഉള്ളൂ. തീർച്ചയാണോ? ഉം. ശോ, ഇടിവെട്ടി മഴ പെയ്യുമെന്തോ. പിന്നെ ഈ പവിത്രന് മീനാക്ഷിയൊക്കെ പറയുവാ എന്റെ മുഖം കാണാനായിട്ട് ഭയങ്കര രസമാണ്, മുഖത്തോട്ട് നോക്കിയിരുന്നു കഴിഞ്ഞാൽ ആളുകൾക്കൊന്നും കണ്ണെടുക്കാൻ തോന്നൂല, സീരിയലിൽ അഭിനയിക്കാനായിട്ട് ട്രൈ ചെയ്തുകൂടെയെന്ന്. അയ്യോ, ഞാൻ പറഞ്ഞതല്ല, സത്യം ചാനാണ് സത്യം, അവര് പറഞ്ഞതാ. എന്താ അല്ലേ, ഞാൻ സീരിയലിൽ അഭിനയിച്ച ഭയങ്കരമായിട്ട് ശോഭിക്കുമെന്ന്, അതുകൊണ്ട് ട്രൈ ചെയ്തുകൂടെയെന്ന്. എന്നിട്ട് അപ്പൊ എനിക്കൊരാഗ്രഹം, എന്ത്? സീരിയലിൽ അഭിനയിക്കാൻ.